ഇന്ത്യയുടെ മരുമകളെന്ന് കോൺഗ്രസുകാരും വിശുദ്ധമായ ഭാരതീയ സ്വത്വത്തിന് കളങ്കമേൽപ്പിച്ച ഒരു ഇറ്റലിക്കാരിയെന്ന് വർഗീയ ശക്തികളും വിശേഷിപ്പിച്ച സോണിയാഗാന്ധി ഒരു ഇന്ത്യക്കാരന് സത്യത്തിൽ ആരായിരുന്നു? സോണിയാഗാന്ധി ഒരു ഇറ്റാലിയൻ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലേക്ക്. 1946 ഡിസംബർ 9 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുറിവുകൾ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇറ്റലിയിലെ വടക്കൻ പ്രദേശമായ ലൂസിയാനോ എന്ന ചെറു ഗ്രാമത്തിലാണ് ഒരു സാധാരണ കുടുംബത്തിൽ എഡിജ് ആന്റോണിയോ അൽബീന മൊയ്നോ എന്ന പെൺകുട്ടി ജനിക്കുന്നത്. അന്നാരും കരുതിയില്ല ഈ പെൺകുട്ടി ഒരിക്കൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രമാകുമെന്ന്. അച്ഛൻ സ്റ്റെഫാനോ മൊയ്നോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈനികൻ. യുദ്ധാനന്തര കാലത്ത് കഠിനാധ്വാനത്തിലൂടെ ജീവിച്ച ഒരാൾ. കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ജോലി. അമ്മ പൗളോ മൊയ്നോ കുടുംബത്തിൻ്റെ നട്ടെല്ലായ സ്ത്രീ. കഷ്ടപ്പാടുകൾക്കിടയിലും മക്കളെ വളർത്തിയ കരുത്ത്. സോണിയയ്ക്ക് 2 സഹോദരിമാർ, അനുഷ്കയും നാദിയയും. ഇവരുടെ ബാല്യം സൗകര്യങ്ങളുടെ ബാല്യമല്ലായിരുന്നു. വൈദ്യുതിയില്ലാത്ത വീടുകൾ, യുദ്ധത്തിൻ്റെ ഭീതിയുണർത്തുന്ന കഥകൾ, അധ്വാനിച്ച് ജീവിക്കുന്ന അച്ഛൻ, ലളിതമായ ഭക്ഷണം, ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഈ സാഹചര്യങ്ങളാണ് സോണിയയുടെ ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. സഹനം, ലളിതത്വം, കഠിനാധ്വാനം, വിനയം. പിന്നീട് ലോകം കണ്ട രാഷ്ട്രീയ സോണിയയുടെ അടിത്തറ ഇവിടെയാണ് രൂപപ്പെടുന്നത്. വിദ്യാഭ്യാസം ഇറ്റലി മുതൽ ഇംഗ്ലണ്ട് വരെ. സോണിയയുടെ വിദ്യാഭ്യാസം ഇറ്റലിയിലെ പ്രാദേശിക സ്കൂളുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ ഭാഷകൾ പഠിക്കാൻ അവൾക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അവൾ കൈവശമാക്കിയ ഭാഷകൾ ഇറ്റാലിയൻ, ഫ്രഞ്ച്, പിന്നീട് ഇംഗ്ലീഷ്. 1960കളിൽ യൂറോപ്പിൽ വിദ്യാഭ്യാസം വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന കാലം. സോണിയയുടെ കഴിവ് തിരിച്ചറിഞ്ഞ കുടുംബം മികച്ച വിദ്യാഭ്യാസത്തിനായി അവളെ ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. കേംബ്രിഡ്ജ് ലാംഗ്വേജ് സ്കൂൾ. ഇംഗ്ലണ്ടിലെ ജീവിതം സോണിയയെ പൂർണ്ണമായി മാറ്റിമറിച്ചു. വ്യത്യസ്ത സംസ്കാരങ്ങൾ, അന്താരാഷ്ട്ര സൗഹൃദങ്ങൾ, സ്വതന്ത്രമായ ചിന്ത, ലോകത്തെ കൂടുതൽ തുറന്ന മനസ്സോടെ കാണുന്ന കാഴ്ചപ്പാട്. ഇവിടെ വെച്ചാണ് അവളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറുന്നത്. ലണ്ടനിലെ രാജീവ് ഗാന്ധിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ച. 1965-66 കാലഘട്ടം. ലണ്ടനിലെ ദി വൈസിറ്റി റെസ്റ്റോറൻറ്റ് എന്ന ഒരു സാധാരണ റെസ്റ്റോറൻറ്റ്. അവിടെ ഒരു യുവാവ്, രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറുമകൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി. രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, പൈലറ്റാകാനാണ് സ്വപ്നം. അവനു മുന്നിൽ സോണിയ. ലളിത വസ്ത്രം, മിതഭാഷി. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ അറിവില്ല. ഒരു സാധാരണ യൂറോപ്യൻ വിദ്യാർത്ഥിനി. ആദ്യ കൂടിക്കാഴ്ച പ്രണയമല്ല, സൗഹൃദം. പക്ഷേ സൗഹൃദം പതിയെ വിശ്വാസമായി, അടുപ്പമായി, പ്രണയമായി. സോണിയ പിന്നീട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. രാജീവ് രാഷ്ട്രീയക്കാരനല്ലായിരുന്നു, അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. അതാണ് എന്നെ ആകർഷിച്ചത്. ഇതൊരു സാധാരണ പ്രണയമല്ലായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കുടുംബം, ഒരു ഇറ്റാലിയൻ പെൺകുട്ടി, 2 വ്യത്യസ്ത ലോകങ്ങൾ. എങ്കിലും ഹൃദയങ്ങൾ തീരുമാനിച്ചു.
പ്രണയത്തിൽ നിന്ന് വിവാഹത്തിലേക്ക് പ്രണയം ശക്തമാകുമ്പോൾ ഒരു വലിയ ചോദ്യം മുന്നിൽ വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മരുമകളാവുക എന്നത് സോണിയയ്ക്ക് എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല. ഇന്ത്യയുടെ സംസ്കാരം, ഭാഷ, രാഷ്ട്രീയ സമ്മർദ്ദം, മാധ്യമ ശ്രദ്ധ, സുരക്ഷാ ആശങ്കകൾ എല്ലാം അവൾക്ക് ഭയമുണ്ടാക്കി. എന്നാൽ രാജീവിനോടുള്ള വിശ്വാസം എല്ലാ സംശയങ്ങളെയും മറികടന്നു. 1968 ഫെബ്രുവരി 25 രാജീവ് സോണിയ വിവാഹം. ലളിതമായ ചടങ്ങ്. ഹിന്ദു ആചാരപ്രകാരം ഒരു ഇറ്റാലിയൻ പെൺകുട്ടി ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ത്യയിലെ ആദ്യകാല ജീവിതം. ഇന്ത്യയിലെത്തിയ സോണിയയ്ക്ക് പൂർണ്ണമായും അന്യമായ ലോകം. ഹിന്ദി അറിയില്ല, ഇന്ത്യൻ ആചാരങ്ങൾ അറിയില്ല, മാധ്യമങ്ങളുടെ സ്ഥിരം കണ്ണുകൾ, സുരക്ഷാ നിയന്ത്രണങ്ങൾ. അവൾ പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. രാഷ്ട്രീയം എൻ്റെ വഴിയല്ല എന്നായിരുന്നു അവളുടെ നിലപാട്. ദുരന്തങ്ങളുടെ തുടക്കം. 1980 സഞ്ജയ് ഗാന്ധിയുടെ മരണം, വിമാനാപകടം. 1984 ഇന്ദിരാഗാന്ധിയുടെ വധം, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി. 1991 രാജീവ് ഗാന്ധിയുടെ വധം, ശ്രീപെരുമ്പത്തൂർ. സോണിയ വിധവ, 2 കുട്ടികളുടെ അമ്മ, രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ. ഒടുവിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്ന സോണിയ. വർഷങ്ങളോളം സോണിയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നു. എന്നാൽ കോൺഗ്രസ് പാർട്ടി തകർച്ചയിൽ. 1998 സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ. ശത്രുക്കളുടെ വിദേശ വനിതാ വിമർശനം, കടുത്ത രാഷ്ട്രീയ ആക്രമണം. എന്നാൽ വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ച് സംഘടന പുനർനിർമ്മിച്ചു. 2004 കോൺഗ്രസ് അധികാരത്തിലേക്ക്. പ്രധാനമന്ത്രി പദം സോണിയ നിരസിച്ചു. ചരിത്രത്തിലെ അപൂർവ തീരുമാനം. സോണിയാഗാന്ധി ഒരു ഇറ്റാലിയൻ ഗ്രാമത്തിൽ ജനിച്ച പെൺകുട്ടി ഇന്ത്യയുടെ ഭരണകേന്ദ്രത്തിലേക്ക്. അധികാരമോഹമില്ല, സ്വാർത്ഥ രാഷ്ട്രീയമില്ല, സഹനം, ത്യാഗം, ചരിത്രം. സോണിയാഗാന്ധി ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ചരിത്ര സംഭവം കൂടിയാണ് സോണിയാഗാന്ധി.